മമതാ ബാനർജി ബംഗാളിൽ കാട്ടിക്കൂട്ടുന്നതൊന്നും വെറുതെയല്ല, തമാശയല്ല, അവർക്ക് ഭ്രാന്ത് വന്നതുമല്ല. ഇതൊക്കെ ഒരു വലിയ ഡിസൈൻ്റെ ഭാഗമാണ്. നമ്മളൊക്കെ കണ്ടിട്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് തള്ളയ്ക്ക് ഭ്രാന്തായി എന്നൊക്കെ പറയുന്നു. അങ്ങനെയല്ല സാർ. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി വിശാല ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മുഹമ്മദ് നൂറുൽ ഹുദ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അയാൾ പറയുകയാണ്, ബംഗ്ലാദേശിൽ നിന്ന് അയാളുടെ വീഡിയോ സന്ദേശം വന്നിരിക്കുന്നു. മമതാ ബാനർജി, നിങ്ങൾ പശ്ചിമ ബംഗാളിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കൂ, ഇന്ത്യയോട് പൊരുതും, 170 മില്യൺ ബംഗ്ലാദേശികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സ്വതന്ത്ര പശ്ചിമ ബംഗാളിന് വേണ്ടിയിട്ട്. ভোট চোর, সাম্প্রদায়িক দাঙ্গাবাজ বিজেপির নেতাদের কাছে ক্ষমতা হস্তান্তর না করার সাহসী সিদ্ধান্তকে আমরা অভিনন্দন জানাচ্ছি. സ്വതന്ത്ര ബംഗാളിന് വേണ്ടി പോരാടാൻ ഞങ്ങൾ വരും എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു ബംഗ്ലാദേശ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ മമത എന്താ പറയുന്നത്? മമത നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു. മമത ഓട്ടോമാറ്റിക്കലി മുഖ്യമന്ത്രിയല്ല. പുതിയ മുഖ്യമന്ത്രി വരുന്നവരെ കാലകാലം മുഖ്യമന്ത്രിയായിട്ടിരിക്കാനേ പറ്റുള്ളൂ. മമത ഭവാനിപ്പൂരിൽ തോറ്റു, നിയമസഭയിൽ അംഗമല്ല, കാലാവധി കഴിഞ്ഞു. ഭരണഘടനാ പ്രകാരം അവർ മുഖ്യമന്ത്രി അല്ലാതിരിക്കുന്ന അവർ പറയുന്നു, ഞാൻ രാജിവെക്കത്തില്ല, ഞാൻ സുപ്രീം കോടതി പോകും. മമതയ്ക്ക് സുപ്രീം കോടതി പോകാം, ഹൈക്കോടതിയിലാണ് ആദ്യം പോകുന്നത്. ഇലക്ഷൻ പെറ്റീഷനുമായിട്ട് അവർക്ക് തർക്കമുള്ള സീറ്റുകളെ സംബന്ധിച്ച് ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാം. അതുവരെ പുതിയ സർക്കാർ വരാൻ പറ്റില്ല എന്നും പറയില്ല. ഇത് മമതയ്ക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, മമതയുടെ കൂടെ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലാത്തത് കൊണ്ടല്ല. മമത വളരെ ഓർഗനൈസ്ഡായിട്ട് ഒരു വിദേശത്ത് നിന്നുള്ള നിയന്ത്രണത്തിൻ്റെ ഭാഗമായുള്ള ചില ഡിസൈൻസ് നടപ്പാക്കുകയാണ്. ഒരു പക്ഷേ ബംഗ്ലാദേശിലെ അതിർത്തികൾ ഭേദിച്ച് അവിടെ നിന്ന് ഈ പറഞ്ഞ 170 മില്യൺ ആളുകൾ ഇങ്ങോട്ട് കയറി വരുമെന്നൊക്കെ മമത കരുതുന്നുണ്ടായിരിക്കാം. കാരണം ബംഗ്ലാദേശിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനാണ് മമത ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു. ഹിന്ദുക്കളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അതെല്ലാം ചെയ്തു. ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടി, പൂജകൾ പോലും വിലക്കിയാണ് മമത നടന്നിരുന്നത്. ഇപ്പോൾ ഈ ചില വാർത്തകളുണ്ട് സാർ. ഇപ്പോൾ TMCയുടെ ഓഫീസുകൾ നോക്കുമ്പോൾ അവിടെ നിന്ന് 100 കണക്കിന് വെള്ളസാരികൾ കിട്ടുന്നു. വെള്ളസാരി ധരിക്കുന്നത് വിധവകളാണ്. അതായത് മമതയ്ക്ക് വീണ്ടും അധികാരം കിട്ടിയാൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ട് ഹിന്ദു സ്ത്രീകൾക്ക്, വിധവകൾക്ക് കൊടുക്കാൻ വെള്ളസാരികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. പല TMCയുടെ ഓഫീസുകളിലും 100 കണക്കിന് ആയുധങ്ങൾ കിട്ടുന്നു. എന്തിന്? പല പ്രദേശങ്ങളിലും ലോഡ്ജുകളിലും ഹോട്ടലുകളിലും മുറി ബുക്ക് ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാൻ. എന്തിനുപയോഗിക്കാൻ? ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ. ഇങ്ങനത്തെ വാർത്തകളാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. ഇതൊക്കെയാണ് തകർന്ന് തവിടുപൊടിയായി പോയത്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത്, എന്നോട് വളരെ ഉത്തരവാദപ്പെട്ട ഒരാൾ, എനിക്ക് വളരെ സ്നേഹമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മമത ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച 3 മുദ്രാവാക്യങ്ങൾ, ഒന്ന് ജയ് ബംഗ്ല, മാമട്ടി മാനുഷ്, ഖേല ഹോബെ, ഈ 3 മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മുജീബുർ റഹ്മാൻ, കിഴക്കൻ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത മുജീബുർ റഹ്മാൻ്റെ മുദ്രാവാക്യമായിരുന്നു ജയ് ബംഗ്ല. ആ മുദ്രാവാക്യമാണ് മമത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ഒന്ന്. 2, മാമട്ടി മാനുഷ്, മദർ എർത്ത്, മദർലാൻഡ്, ദ പീപ്പിൾ. ഈ മുദ്രാവാക്യം 1981 ബംഗ്ലാദേശിൽ ഖാലിദാസിയ ഉയർത്തിയ മുദ്രാവാക്യമാണ്. അടുത്ത മുദ്രാവാക്യം ഖേല ഹോബെ എന്ന് പറഞ്ഞാൽ ഗെയിം വിൽ ബി പ്ലേഡ്. അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാവായ ഷമീം ഉസ്മാൻ്റെ മുദ്രാവാക്യമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ മമത ഉയർത്തിപ്പിടിച്ച 3 മുദ്രാവാക്യങ്ങളും ബംഗ്ലാദേശി മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം, ഇതൊരു ഡിസൈനാണ്. ഇത് മാത്രമല്ല, ഈ മമത പ്രസംഗിച്ച എല്ലാ മീറ്റിങ്ങുകളിലും 90% മുസ്ലിമുകളായിരുന്നു. എന്നിട്ട് ആ വേദികളിൽ അവർ ദുആ ചെയ്യും, എന്നിട്ട് ഇൻഷാ അള്ളാ എന്ന് പറയുമായിരുന്നു. അതുകൂടാതെ മമത പരസ്യമായി പ്രസംഗിച്ചു, നിങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങൾ വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ പിന്തുണയ്ക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്, അവർക്ക് മിനിറ്റുകൾ മതി നിങ്ങളെ തീർക്കാൻ. ഇതും മമത പ്രസംഗിച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ, പിന്നെ സന്ദേശ് കലി പോലെയുള്ള പീഡനങ്ങൾ, അങ്ങനെയുള്ള ഇവരുടെ ഗുണ്ടായിസൊക്കെ മാറ്റിവെക്കുക.
അപ്പോൾ മമതയ്ക്ക് അഡ്വക്കേറ്റ് ജനറലുണ്ട്, മമതയ്ക്ക് അഭിഭാഷകരുണ്ട്, അവർക്കൊക്കെ അറിയാം. ഇപ്പോൾ ഭരണഘടനാ പ്രകാരം അവർ മുഖ്യമന്ത്രി എല്ലാവരും ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ. ഒരാളെന്നോട് പറഞ്ഞു, എല്ലാ സെക്രട്ടേറിയറ്റുകൾക്കും, എല്ലാ സംസ്ഥാനങ്ങളുടെ സെക്രട്ടേറിയറ്റിനും 10 കിലോമീറ്റർ പരിധിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മിലിറ്ററി ക്യാമ്പും ഒരു ആംഡ് പോലീസിൻ്റെ സെൻട്രൽ റിസർവ് പോലീസിൻ്റെ ക്യാമ്പും ഉണ്ട്. അത് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്നുമല്ല. സംസ്ഥാന സർക്കാരിൽ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനോ സ്റ്റാലിനോ മമതയ്ക്കോ തോന്നുകയാണ് ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, ഇനി ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്ത് പട്ടാളവും കേന്ദ്രസേനയും കൊണ്ടുപോകും. അതിനുവേണ്ടി മോദിയല്ല, പണ്ട് മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടും മമത എന്തിനാണ് ഇത്രയും ബഹളമുണ്ടാക്കുന്നത് എന്ന് നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഡിസൈനുണ്ട്. നമ്മൾ ബംഗ്ലാദേശിലെ മറ്റേ ഇയാളെ കൊണ്ടുവന്നത്, ചീഫ് അഡ്വൈസറെ കൊണ്ടുവന്നത്, മുഹമ്മദ് യൂനിസിനെ കൊണ്ടുവന്നത് സോറോസാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അധികാരം മേടിച്ചു കൊടുത്തത് സോറോസാണ്. സോറോസ് ആയിരിക്കണം ഒരുപക്ഷെ മമതയ്ക്ക് വേണ്ടി പിന്നിൽ നിന്ന് കളിക്കുന്നത്. ഇന്ത്യയെ വിഭജിക്കുക, താൻ ജയിച്ചില്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമല്ലാതാക്കി മാറ്റുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന ഈ നാടകങ്ങൾ എന്ന് ആണ് എൻ്റെ വളരെ പരിണിതപ്രജ്ഞനായ പശ്ചിമ ബംഗാളിൽ വലിയ വേരുകളുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഇത് ഞാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കുമാർ ചെല്ലപ്പൻ സാറിനോട് ഷെയർ ചെയ്യുകയാണ്. അങ്ങക്ക് എന്താണ് തോന്നുന്നത് ഇത് കേട്ടിട്ട്? സുനിൽ, ഇതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൻ്റെ 1947 ഓഗസ്റ്റ് 15 ശേഷമുള്ള ചരിത്രം കൂടിയാണ്. ഈ ബംഗാൾ ഉൾപ്പെടുന്ന കിഴക്കൻ ഭാരതത്തിൽ ബ്രഹ്മപുത്രയുടെ 7 സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ് ഓഫ് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ അവിടെയുണ്ട്. പലതും യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്നു, അതെല്ലാം പിന്നെ സ്റ്റേറ്റ്സ് ആയിട്ടും പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിസോറാം, നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, ആസാം, ബംഗാൾ, ഇതെല്ലാം ചേർന്ന അരുണാചൽ പ്രദേശ് ഇതെല്ലാം ചേർന്ന് സിക്കിമുണ്ട്. സിക്കിം അതിനുശേഷം വന്ന ചോങ്കിയാൽ എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ഭരിച്ചിരുന്നല്ലോ. അപ്പൊ ഈ 7 സംസ്ഥാനങ്ങൾ പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് രൂപീകരിക്കാനായിട്ട് വൻതോതിലൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു, വത്തിക്കാന്റെയും CIAയുടെയും നേതൃത്വത്തിൽ. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി അത് പറഞ്ഞതാണ്. അതെ, അത് മാത്രമല്ല, ഇപ്പൊ അടുത്ത കാലത്ത് മിസോറാമിന്റെ മുഖ്യമന്ത്രി അമേരിക്ക പോയപ്പോൾ പറഞ്ഞത് ഞങ്ങളൊരു വി ആർ എ സെപ്പറേറ്റ് ക്രിസ്ത്യൻ റിപ്പബ്ലിക് എന്നാ പറഞ്ഞത്. അത് പക്ഷേ അത് മമത ക്രിസ്ത്യാനിറ്റി അല്ല, അവരിപ്പോ ഇസ്ലാമിക രാജ്യമാണ്. അത് ഈ ഇസ്ലാമിക രാജ്യം ആക്കാനുള്ള തീരുമാനം ഈ ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്ക് ഈ 7 സംസ്ഥാനങ്ങളെയും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് CIAയ്ക്കും വത്തിക്കാനും ജോർജ് സോറോസിനും മനസ്സിലായതോടുകൂടി ഇതിനെ അങ്ങ് മാറ്റാം എന്ന് കരുതി. ബംഗാളിനെ മാറ്റിക്കഴിഞ്ഞാൽ ബംഗാൾ ഒരു തന്ത്രപ്രധാനമായ ഒരു പൊസിഷനാണ് ഇന്ത്യയുടെ. മറ്റേ ഡൽഹിയിൽ ഒരുത്തൻ ഇത് പറഞ്ഞില്ല, ചിക്കൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നോർത്ത് ഈസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് പോരെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ വിചാരിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഉപയോഗിച്ചും പാകിസ്ഥാനിൽ നിന്ന് അവിടെ വന്ന് താമസിക്കുന്ന ബംഗ്ലാദേശിൽ താമസിക്കുന്നവരെ ഉപയോഗിച്ചും ഇവിടെ ഒരു കലാപം സൃഷ്ടിച്ച് ഇന്ത്യയിൽ നിന്നും സെസീഡ് ചെയ്യാനായിട്ട് ബംഗാൾ രാഷ്ട്രീയക്കാർക്ക് സാധിക്കും എന്ന് അവർ കരുതി. ഇതിന് സമാന്തരമായിട്ടൊരു സംഭവം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് ടൈമോർ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്നത്. അതെ, ഈസ്റ്റ്, അങ്ങേക്ക് അറിയാമല്ലോ, ഈസ്റ്റ് ടൈമോർ എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ചെറിയ പ്രദേശമാണ്. അവരവിടെ ഒരു ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് അവരവിടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങി. അങ്ങനെ അതൊരു പ്രത്യേക രാജ്യമായിട്ട് വിഭജിക്കേണ്ടി വന്നു, മാറ്റി കൊടുക്കേണ്ടി വന്നു. അല്ല, ഈ പണി ഇപ്പോൾ നടക്കുന്നുണ്ട്. സോമാലിയയുടെ അടുത്ത് ഇസ്രായേൽ ഒരു സോമാലി ലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ജൂതന്മാരെ കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഈ ഈസ്റ്റ് ടൈമോർ ഒരു നല്ലൊരു ഉദാഹരണമാണ്. എന്നിട്ട് അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ഒരു പള്ളിയിലെ ബിഷപ്പുണ്ട്, ഇവിടെയുള്ള ഈ പറഞ്ഞ പോലെ ഏതോ പാമ്പ്ലാനി പോലുള്ള ഒരു ബിഷപ്പായിരിക്കും അയാൾക്ക് നൊബേൽ സമ്മാനം കൊടുത്തു, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, ഓർമ്മയല്ലേ? അപ്പൊ അന്ന് പലരും ചോദിക്കുകയുണ്ടായി BJPയുടെ, ഇയാൾ ആരാ?
സമാധാനത്തിന് നൊബൽ സമ്മാനം കിട്ടുന്ന വ്യക്തി അന്താരാഷ്ട്ര ധാരണയ്ക്ക് അന്താരാഷ്ട്ര സമാധാനത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇയാൾ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി മനുഷ്യരെ കൊല്ലിക്കാനായിട്ടാണ് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ പോയിരുന്നെങ്കിൽ അവരെ കുറച്ച് നാളുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വേലുപ്പിള്ള പ്രഭാകരനിലായിരുന്നില്ല LTTയുടെ അയാൾക്ക് നൊബൽ സമ്മാനം കൊടുക്കുമായിരുന്നു. LTT ശ്രീലങ്കയിൽ നിന്ന് എന്താണ് പ്രത്യേക ഈളം ആവശ്യപ്പെട്ടത് അമേരിക്കയുടെ താല്പര്യപ്രകാരമാണല്ലോ. അവർക്ക് അവിടെ ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് ഉണ്ടാക്കണം. തമിഴ്നാടും പിന്നെ ശ്രീലങ്കയുടെ നോർത്ത് ഈസ്റ്റും ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളും വിഘടനവാദങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ബംഗാളിൽ ഇവർ ഒന്നാമത്തെ എന്താ പറയണേ, ഈ കോൺഗ്രസ് ഭരിച്ച് നാട് കുട്ടിച്ചോറാക്കി. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഈ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തിരുന്ന നടപടികളാണ് ഫോളോ ചെയ്തത്. സ്വാതന്ത്ര്യ അനന്തരം നമ്മൾ എന്താ ചെയ്തത്, ഈ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം ഇതിനെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞൊരു പ്രത്യേക ഏരിയ ഉണ്ടാക്കി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി NEFA എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിരുന്നു നമ്മുടെ മലയാളിയായിരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, രാമുണ്ണി. മറ്റേ അയാൾ എയർഫോഴ്സിലെ പൈലറ്റായിരുന്നു. എയർഫോഴ്സിലെ സർവീസ് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ NEFAയുടെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിട്ട് കുറച്ച് നാൾ നിയമിക്കുകയൊക്കെ ചെയ്തു. തലശ്ശേരിക്കാരനാണ്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഈ NEFAയെ നെഹ്റുവിൻ്റെ കീഴിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് വിദേശകാര്യ വകുപ്പിൽ ലയിപ്പിച്ചു. അന്ന് തൊട്ട് അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. നാഗാലാൻഡിലെ വിഘടനവാദം എന്ന് പറയുന്നത് എന്താ, നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗലിം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടായി. ഐസക് ചിഷി എന്ന് പറയുന്ന ഒരു വ്യക്തി, ത്യൂങ്ലാങ് മ്യൂവാഹ് എന്ന് പറയുന്ന വേറൊരുത്തനും, പിന്നെ കപ്ലാങ് എന്ന് പറഞ്ഞ വേറൊരുത്തനും, ഇവരെല്ലാവരും കൂടി ബഹളമുണ്ടാക്കി. അവർ ഗവൺമെൻറ് ഇൻ എക്സൈൽ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്ന, അതെ, ഇവിടെ ആംസ്റ്റർഡാമിൽ. ഇവിടെ ഇന്നവരെ എന്താ സമാധാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സമാധാനം ഉണ്ടാക്കാൻ അന്നത്തെ ഇൻ്റർലോക്യൂട്ടറായിട്ട് നിയമിക്കപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ ബംഗാൾ ഗവർണർ RN രവി കുറേ അധികം എഫേർട്ട് എടുത്താണ് അവരെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട്. സമ്മതിച്ചില്ല. അവസാനം രവിയെ കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴാണ് നരേന്ദ്രമോദി രവിനെ രായ്ക്ക് തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഗവർണറായിട്ട്. ഇതുപോലുള്ള വിഘടനവാദം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും വിഘടനവാദമുണ്ട്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പറഞ്ഞോളൂ, ഞങ്ങൾ ദ്രവീഡിയൻ ലാൻഡാണ്, സെപ്പറേറ്റ് ദ്രവീഡിയൻ ലാൻഡാണ് ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ദാറ്റ്സ് ഇൻ എ ബാക്ക് ബർണർ. ഇറ്റ്സ് ഇൻ എ ബാക്ക് ബർണർ. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് അത്. വേണ്ട സമയത്ത് ഞങ്ങളത് എടുത്ത് പ്രയോഗിക്കും. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ച് പോയൊരു സെപ്പറേറ്റ് രാജ്യമായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ ഇന്ത്യക്ക് പ്രയോജനം കിട്ടുന്ന, ഇന്ത്യ രാഷ്ട്രത്തിന് പ്രയോജനം കിട്ടുന്ന എന്ത് നയം ഉണ്ടാക്കി കഴിഞ്ഞാലും ഉടനെ അതിനെ DMK എതിർക്കും. ഇപ്പോൾ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇത്ര മോശമാവാനുള്ള പ്രധാന കാരണം തമിഴ് രാഷ്ട്രീയമാണ്. ഇവിടുത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയമാണ്. ഈ കരുണാനിധി ആണെങ്കിലും സ്റ്റാലിൻ ആണെങ്കിലും അയാളുടെ കരുണാനിധിയുടെ മൂന്നാമത്തെ ഭാര്യയുടെ മൂത്ത മോൾ കനിമൊഴി ആണെങ്കിലും അവരെല്ലാവരും കൂടി പ്രശ്നമാണ് ഇത് കശയാക്കി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ് DMKയുടെ പ്രധാന തൊഴിൽ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ബംഗാളിലെ കാര്യമാണ്. ആ സ്ത്രീ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ കോൺഗ്രസ്സുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് അവർ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി TMC രൂപീകരിച്ച് കഴിഞ്ഞിട്ട് അവർ CPM-നെതിരെയാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഈ CPM ഭരിച്ചിരുന്ന ജ്യോതി ബസു ഒക്കെ ഭരിച്ചിരുന്നു. ജ്യോതി ബസു ഒരു ഹൈ പ്രൊഫൈൽ ഹൈ സൊസൈറ്റി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇതാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെതിരായിട്ട് ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യൻ യൂണിയനിൽ നിന്നിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അത് ജ്യോതിർമയി ബാസു ആയിക്കോട്ടെ, ജ്യോതി ബസു ആയിക്കോട്ടെ, ബംഗാളിലെ മറ്റ് കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, കേരളത്തിലെ അലവലാദികളല്ല, മറ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർ, അവർ മാന്യന്മാരാണ്. അവർ ഭദ്രലോക് എന്നാണ് പറയണത്. അന്നുണ്ടായിരുന്നവര് ബംഗാളി ഭദ്രലോക്, അവര് ഇന്ത്യൻ യൂണിയൻ വിട്ടിട്ടുള്ളൊരു കളി അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ മറുത ഇവിടെ മുഖ്യമന്ത്രിയായി വന്ന അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നം മുഴുവൻ. ഇവര് വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അന്ന് പോയി വാജ്പേയിനെ പോയി ചീത്ത പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ബംഗാളിൽ പോയിട്ട്. അതറിഞ്ഞ് പ്രധാനമന്ത്രി പാർലമെന്റിൽ വെച്ചിട്ടാ പറഞ്ഞു തന്നെ, തുംകോ ശോഭ നഹീ കരേഗ മമതാദി, നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നല്ലതിനല്ല എന്ന് അദ്ദേഹം വാൺ ചെയ്തതാണ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്താണെന്ന്.
അവർക്ക് ഇന്ത്യ എന്നുള്ള സങ്കല്പം അവരുടെ മനസ്സിലല്ല. അവർക്ക് ഇപ്പോഴും ഇപ്പം അവർ ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞാൽ വിശാല ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ആവാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത്. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമിക് ഫെനാറ്റിക്സിൻ്റെയും ഇസ്ലാമിക് ഹോട്ട് ഹെഡ്സിൻ്റെയും യഥാർത്ഥ സ്വഭാവം അവർക്ക് അറിയില്ല. അവർ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ എന്ന് വെച്ചാൽ കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം കൂടെ നിൽക്കണതിനെ കൊല്ലും. കാരണം അത് ഭീകരവാദി ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ മറ്റേ കസ്റ്റമല്ലേ, അറബ് കസ്റ്റമല്ലേ ആളെ വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്നത്. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ആ കസ്റ്റം ഒരു രണ്ടാന്തര ഇടപാടാണ്. എന്തിനാണെന്ന് അറിയാമോ കെട്ടിപ്പിടിക്കണം? തപ്പി നോക്കാൻ. ആയുധം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയാം, മേലൊക്കെ തപ്പി നോക്കണം. അതാണ് ഈ മറ്റേ മേത്തമാർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കെട്ടിപ്പിടിക്കുന്നത്. ഈ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോദിക്ക് പിന്നെ അത് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്താ പറയണേ, വിലക്കാൻ പറ്റില്ലല്ലോ. കാരണം അപ്പം പറയും മുസ്ലിങ്ങളെ തൊട്ടുകൂടായ്മയാണ്, തീണ്ടൽ ആചരിച്ചു എന്ന് പറയും. ഇവിടെ നോക്കി നിൽക്കുക ആൾക്കാരെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ബംഗാളിലുള്ള ഇപ്പൊ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഈ സ്ത്രീയെ പിടിച്ച് ജയിലിലിടുക. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഇവരെ കസേരയോട് കൂടി എടുത്തുകൊണ്ട് പോയി ഹുബ്ലി നദിയിലോ ബ്രഹ്മപുത്രയിലോ മുക്കിക്കൊല്ലുക അവരെ. അത് മാത്രമേ ജീവനെടുത്ത സ്ത്രീയാണ് ഇവര്. ഇതിന് എത്രയോ ഭേദമായിരുന്നു. നമ്മുടെ ബണ്ടിറ്റ് ക്യൂ എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ, ഒരു യഥാർത്ഥ കൊള്ളക്കാരിയുടെ കഥയാണ്, ഫുലാൻ ദേവി. അവരെയൊക്കെ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് എത്രയും നിലവാരമുള്ള. പക്ഷേ വേറെ കാര്യമുണ്ട് സാർ, കേന്ദ്രം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന അജിത് പാൽ സിംഗിന് അജയ് പാൽ ശർമ്മ ഡോക്ടർ, അദ്ദേഹത്തിന് അവിടെ 24 ഫർഗാനാസിലെ ചുമതലയ്ക്ക് വിട്ടിരുന്നു. അദ്ദേഹത്തിന് 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ അവിടെ നിയമിച്ചിട്ടുണ്ട്. അത് ഒരു കാര്യമുണ്ട്, ഞാനിപ്പോഴും അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോകും. സുനിൽ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം ഡെന്റൽ സർജൻ ആയിരുന്നു. മമതയുടെ വിശപ്പിൽ ഇളക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഞാൻ ഒരു അജയ് പാൽ ശർമ്മനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ അപ്പം എനിക്ക് ആദ്യം ഓർമ്മ ഇവരെ ഒതുക്കണ്ട. കാരണം ഈ സ്ത്രീ ജനാധിപത്യപരമായ രീതിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്തു എന്ന് പറയുന്നിരിക്കുന്ന പപ്പുവാണ്. പപ്പു പക്ഷെ കുഴപ്പമില്ല, പപ്പുവിന് വട്ടാണ്. പപ്പു പറയുന്നത് പാർട്ടിക്കാർ ഇത് പറഞ്ഞ അയാളുടെ കാല് തല്ലി പിടിക്കും. കാരണം കോൺഗ്രസ്സുകാരെല്ലാം പുറത്തിറങ്ങി, കോൺഗ്രസ്സുകാർ അവരുടെ പഴയ ഓഫീസൊക്കെ തുറന്ന് വീണ്ടും ഉരുപ്പുണ്ട്. മമതയുടെ കാലത്ത് തുറക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് CPM കാലത്ത് തുറക്കാൻ പറ്റിയില്ല. BJP വന്നപ്പോൾ കോൺഗ്രസ്സുകാർ അവരുടെ ഓഫീസുകൾ തുറക്കുന്ന വീഡിയോ ലഭ്യമാണ്. എന്താവശ്യത്തിന് ആലോചിച്ച് ചെയ്ത് അവന്മാർ തല്ലി ഓടിക്കണമായിരുന്നു ബംഗാളിൽ നിന്ന് പുറത്തേക്ക്. വേറൊരു തമാശ, BJPക്ക് കോൺഗ്രസിന്റെയും TMCയുടെയും നയമല്ലല്ലോ ജനാധിപത്യം. അങ്ങനെ ചെയ്താൽ CPM ഓഫീസുകൾ തുറക്കുന്നു. BJP വന്നപ്പോൾ അപ്പൊ ഇവിടുത്തെ BJP തോപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ട് ചെയ്യും. അപ്പൊ ഇവിടെ മിക്കവാറും ഇതുവരെ പൊറോട്ടയും ചായ അടിച്ചുകൊണ്ട് നിന്നാണെങ്കിൽ തിരിച്ചു പോകുന്ന അർത്ഥം. കാരണം ജില്ലാ സെക്രട്ടറിമാരാണല്ലോ. നമ്മുടെ തട്ടുകടയൊക്കെ പൂട്ടുവോ? അല്ല ഇവര് ഈ സ്ത്രീ എന്താണെങ്കിലും ശരി, 90 ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് കഴിഞ്ഞാൽ കളി തീർന്നു. അതല്ലെങ്കിൽ 5 വർഷമാണ് ഒരു സർക്കാരിന്റെ അതൊക്കെ നോക്കുമ്പോൾ പിണറായി വിജയൻ ജെന്റിൽമാൻ അല്ലേ, വളരെ ജെന്റിൽമാൻ അല്ലേ, ഒരു പ്രശ്നമില്ല. ഒന്നും വേറെ രാജ്യം ഉണ്ടാക്കുന്ന സ്റ്റാലിൻ ആദ്യമേ രാജിവെച്ചു. പിണറായി വിജയനും പിന്നെ പിണറായി വിജയൻ തരക്കേടില്ലാത്ത ജയിച്ചപ്പോ സ്റ്റാലിനും മമതയും തോറ്റു തുന്നമ്പാടി. അതെ അതെ, അത് അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് അവർക്ക്. സ്റ്റാലിൻ തോറ്റു കഴിഞ്ഞപ്പോൾ വന്ന ഒരു ഫോട്ടോ ആണ്, വിഗ് വെച്ച സ്റ്റാലിനെ കഷണ്ടി തലയും തോൽപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ട്രോൾ അതായിരുന്നു. അപ്പം ഇതിനു മുമ്പ് ഈ ബംഗാളിലെ ഒരു തമാശ എനിക്കിപ്പോഴും ഓർക്കും. ഈ സംഭവം പെട്ടെന്ന് എനിക്ക് ഒരു കഥ ഓർമ്മ വന്നു. നടന്ന സംഭവം 1971 റെയിൽവേ ബോർഡ് ചെയർമാനായിരുന്ന BC ഗംഗുലി, ബങ്കിം ചന്ദ്ര ഗംഗുലി, റെയിൽവേ ബോർഡിലെ നല്ല എഫിഷ്യന്റ് ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ ശ്രീധരൻ സാറില്ലേ, മെട്രോമാൻ ശ്രീധരൻ സാർ, അദ്ദേഹത്തിന്റെ ആത്മകഥയില്ലേ ഒരു കർമ്മയോഗിയുടെ കഥ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് ഈ BC ഗംഗുലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വന്ന് ചീഫ് എഞ്ചിനീയർ ആയിരുന്നു റെയിൽവേയിലെ. അപ്പോൾ ഈ രാമേശ്വരൻ പാലം ഒലിച്ചു പോയപ്പോൾ അദ്ദേഹമാണ് ശ്രീധരനെ നിയോഗിച്ചത്. എത്രയോ 3 മാസം കൊണ്ട് ഈ റെയിൽവേ പാലം പണിയണമെന്ന്. 40 ദിവസം കൊണ്ട് ശ്രീധരൻ അത് പണിത്. അപ്പോൾ ആ ഗാംഗുലി വളരെ
ടാസ്ക് മാസ്റ്ററാണ്, സത്യസന്ധനായ നീതിമാനായ ഉദ്യോഗസ്ഥനായിരുന്നു. റെയിൽവേ ബോർഡ് ചെയർമാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗ്രേഡിന് തുല്യമായിട്ടുള്ള ആളാണ്. അന്നത്തെ റെയിൽവേ മന്ത്രി എന്ന് പറയുന്ന ഒരു കർണാടകക്കാരൻ ഹനുമന്തയ്യ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരന് വേണ്ട എല്ലാ യോഗ്യതകളും അദ്ദേഹം സാമാന്യം നല്ലൊരു അഴിമതിക്കാരനായിരുന്നു, അദ്ദേഹം മാന്യനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നടപടികളിലൊന്നും റെയിൽവേ ബോർഡ് ചെയർമാൻ യോജിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഉത്തരവൊക്കെ മോശമാണെന്ന് കണ്ട് അപ്പം തന്നെ അതും എഴുതി പറഞ്ഞുവിടും. അങ്ങനെ ഇപ്പോൾ ഹനുമന്തയ്ക്ക് ഒരു നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. 4 കാശുണ്ടാക്കണില്ല. ഇതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ഇരുന്ന റെയിൽവേനെ വിൽക്കാൻ പറ്റുമോ ഹനുമന്തയ്ക്ക്? അയാൾക്കും ആഗ്രഹമില്ലേ കാശുണ്ടാക്കാനായിട്ട്. അവസാനം ഇയാൾ ഒരു തവണ ഗുജറാത്തിലേക്ക് 9 ദിവസത്തെ ഇൻസ്പെക്ഷൻ പര്യടനത്തിന് പോകാൻ തീരുമാനിക്കുന്നു. BC ഗംഗുലി. അപ്പോൾ റെയിൽവേ ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റെയിൽവേ കാറുണ്ട്, സ്പെഷ്യൽ റെയിൽവേ കാർ ട്രെയിനോട് അറ്റാച്ച് ചെയ്യണം. അദ്ദേഹം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹവും ഭാര്യയും പേഴ്സണൽ സ്റ്റാഫും കൂടി ഈ റെയിൽവേ കാറിൽ കയറി. എയർ കണ്ടീഷൻഡ് അത്യന്താധുനിക സംവിധാനമുള്ള ഒരു റെയിൽവേ കമ്പാർട്ട്മെൻറ്റാണ്, റെയിൽ കമ്പാർട്ട്മെൻറ്റാണത്. അപ്പോഴാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോട്ട് വരണത്, റെയിൽവേ ബോർഡ് ചെയർമാൻ്റെ ഗുജറാത്ത് യാത്ര റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ അതിന് തൊട്ട് താഴെ ഇദ്ദേഹം എഴുതി കൊടുത്തു, ഈ ഉത്തരവ് ഞാൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഉടനെ തന്നെ ഇയാൾ എന്ത് ചെയ്തു, അന്ന് VV ഗിരിയ രാഷ്ട്രപതി, VV ഗിരിയെ കൊണ്ട് പറഞ്ഞ് ഈ റെയിൽവേ ബോർഡ് ചെയർമാനെ സർവീസിൽ നിന്ന് നിർബന്ധിത റിട്ടയർമെൻറ്റ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. എന്നിട്ട് ഈ കമ്പാർട്ട്മെൻറ്റ് ഡിറ്റാച്ച് ചെയ്തിട്ട് ട്രെയിൻ പോയി. ഇദ്ദേഹം ട്രെയിനിൽ തന്നെ ഇരുന്നു. എന്നിട്ട് പത്രസമ്മേളനം നടത്തി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട്, ഞാൻ ഇതിനെതിരെ ഇത് നടത്തും അത് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും പറ്റിയില്ല. ഒരു ഉദ്യോഗസ്ഥന് ഇറങ്ങി തിരിച്ചാൽ എന്തുമാത്രം ചെയ്യാൻ പറ്റും. അതെ, ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഇവിടെ കമ്മീഷൻ കിട്ടണ്ട ഇന്ദിരാഗാന്ധി. ഹനുമന്തയും മേടിക്കണതിന്റെ പൈസ 1% പോണ്ടേ. അപ്പൊ അവരത് കിട്ടാണ്ടായി കഴിഞ്ഞാൽ അവർക്കും ദേഷ്യം വരില്ലേ. ഉടനെ അവർ പറഞ്ഞു ഓക്കെ എന്നുണ്ട്. ഈ ഡിസ്മിസൽ ഓർഡർ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിന്റെ സൈഡിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ച്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ബംഗാളിയാണ്, പക്ഷെ എല്ലാ ബംഗാളികളും അദ്ദേഹത്തെ പോലെ ആയിക്കൊള്ളുന്നില്ല, പ്രത്യേകിച്ച് മമതയെ പോലെ ആവില്ല. ഇതിങ്ങനെയുള്ള കേസ് കെട്ടുകൾ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഒരു തലയ്ക്ക് ഓളം സ്ഥിരീകരിക്കപ്പെട്ട ഒരു വനിത, അവരെന്തൊക്കെയാ പറയുന്നത്. ഇപ്പം അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടില്ലേ? ഈ നമ്മൾ പറയും വെടികൊണ്ട് പന്നി ഓടണ പോലെയാണ് അവർ ഓടണ മുഴുവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട്. ഇവരെ മാറ്റണം, ഇവരെ കസേരയോടുകൂടി എടുത്ത് ഏതെങ്കിലും കടലിൽ കൊണ്ട് മുക്കണം ഇവരെ. ഞാനൊരു വീഡിയോ കണ്ടു, നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പ്രേക്ഷകരെ അവരുടെ എന്തോ സ്ഥലത്ത് നിന്ന് ബാ ബു 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 എന്നൊക്കെ പറഞ്ഞ് പറയുന്നൊരു വീഡിയോ. പ്രസംഗമല്ല, ഇങ്ങനെ കുറേ അപശബ്ദങ്ങൾ പെന്തക്കോസ്ത് ചേർന്നോ ഈ മറുഭാഷ പറയൂല്ലോ ദൈവം വന്നിട്ട്, അതുപോലെ എന്തോ പറയുന്നൊരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. যারা হাম্বা হাম্বা রো রো করে, হাম্বা হাম্বা রাম্বা রাম্বা কাম্বা কাম্বা হাম্বা বাম্বা হাম্বা হাম্বা রাম্বা রাম্বা কাম্বা কাম্বা. ഏതായാലും മമതാ ബാനർജി കളിക്കുന്നത് തീ കൊണ്ടാണ്. ആ തീ അണയ്ക്കാനുള്ള എത്രയോ വഴികൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട് എന്നും മമതയ്ക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന മമതയെ വലിയ താമസം വിന നമുക്കൊരു കൂട്ടിനുള്ളിൽ കാണാൻ കഴിയും. അതെ അതെ, അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, തെളിഞ്ഞു കാണുന്നുണ്ട് അതിനുള്ള എല്ലാ സാധ്യതകളും. അവരായിട്ട് സ്വയം വരുത്തി വെച്ച ഗതിയാണ്. അതെ, ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി ഞങ്ങൾ വരുന്നുണ്ട്, തുടർച്ചയായിട്ടുണ്ട്. കുമാർ ചെലപ്പൻ സാർ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് എത്ര കഥകളാണ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ റെയിൽവേ കോച്ചിൻ്റെ കഥ? ഇല്ല, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഓർമ്മയിലും ഇരിക്കുന്ന ഇതൊക്കെ നമുക്ക് മാന്തി പുറത്തെടുക്കണം. അപ്പോൾ ഇത് കേൾക്കാൻ നിങ്ങൾ ഉറപ്പായും എൻ്റെ കൂടെ ഇന്ത്യ ലൈവിൻ്റെ കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ അത് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം വരും. ഇത്തരം കഥകൾ കുമാർജി മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ ലൈവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡുകളും വിടാതെ കാണുക, ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക.